ഞാൻ അലക്സ് കെപ്പോൾ. ഞാൻ 2.5 വർഷം മുമ്പ് മുല്ലപ്പെരിയാർ ഡാം എന്ന ജലബോംബ് പൊട്ടിയാൽ നമ്മൾ ഈ കൊച്ചു കേരളത്തിലെ 6 ജില്ലകൾ ഇല്ലാതാകുന്നതിനെക്കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ജനസമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്ന ഉണ്ടാകുന്ന ഭീകരമായ നാശത്തിൻ്റെ വ്യാപ്തി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്രതികരണങ്ങൾ എല്ലാവരും ആ സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. പിന്നീട് അതെല്ലാം മറന്നിട്ട് വീണ്ടും മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം അവൻ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. മുമ്പിൽ അപകടം വന്ന് മാടി വിളിച്ചാലും അവൻ കാണുന്നില്ല. എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത, അതിനുള്ള ശ്രമം. ആർക്കും ചിന്താശേഷി എന്ന് പറയുന്ന ഒന്നില്ല. വിവേകം എന്നത് നഷ്ടപ്പെട്ടു, ബുദ്ധി നഷ്ടപ്പെട്ടു, അടുത്ത തലമുറയെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു. ആ അവസ്ഥയ്ക്ക് അത് കണ്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ശബ്ദമാണ്, എൻ്റേതല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ ആലോചിക്കുക. ഒരു പക്ഷേ നിങ്ങളും പറയുന്ന കാര്യം അത് തന്നെയാണ്, ഞാനും അത് തന്നെയാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒട്ടനവധി ആളുകളിൽ നിന്ന് നമ്മളത് കേട്ട് കഴിഞ്ഞു. ഉത്തരവാദപ്പെട്ട എല്ലാ ആൾക്കാരും അതിൻ്റെ ശോച്യാവസ്ഥ, അതിൻ്റെ ഭീകരാവസ്ഥ പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര വാട്ടർ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞു. ലോകത്തിലെ ഭൗമ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടൊന്നും നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആ അപകടം നേരിട്ട് ബാധിക്കുന്ന 6 ജില്ലകളിലെ ജനങ്ങൾക്ക് ഒരു ആധിയുമില്ല, വ്യാധിയുമില്ല. കേരള ജനതയ്ക്ക് ഇല്ല, ഭാരത ജനതയ്ക്ക് ഇല്ല, കേരള സർക്കാരിനില്ല, കേന്ദ്ര സർക്കാരിനില്ല, കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ ഒരു ന്യായാധിപന്മാർക്കും ഇല്ല. സുപ്രീം കോടതി ന്യായാധിപന്മാരുണ്ട്. ജീവൻ ഒരല്പമെങ്കിലും വില അവർ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മനുഷ്യജീവൻ, ബാക്കിയുള്ള എല്ലാ ജീവനും പ്രാധാന്യമുള്ളതാണ്. പക്ഷേ മനുഷ്യജീവനൊരല്പം വില ഇവർ നൽകുന്നുണ്ടെങ്കിൽ, ഈ തമിഴ്നാട് നമ്മളോട് കാട്ടുന്ന ഈ ദുഷ്ടതരം, ഈ ക്രൂരത, വെറും 60 വർഷം മാത്രം ആയുസ് പറഞ്ഞിരിക്കുന്ന ഒരു അണക്കെട്ടിനെ 129 വർഷം ആയിട്ടും അത് ഡീകമ്മീഷൻ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്ന ദുഷ്ടത. ഇവിടെ കിടക്കുന്ന ഈ മനുഷ്യർ ജീവന് ആരും വില കൊടുക്കുന്നില്ല. തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇതുമായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് അവർ കൊടുക്കുന്ന എന്ത് കള്ളത്തരങ്ങളായാലും അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിവിടെ നിലനിൽക്കട്ടെ, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു വിടുന്ന ന്യായാധിപന്മാർ, പണം വാങ്ങിക്കൊണ്ട് കാലാകാലങ്ങളിൽ പണം വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ ഓരോ സർക്കാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ജനങ്ങളെ ബലിയാടാക്കാൻ യുവദാസ് വാങ്ങിയ 30 വെള്ളിക്കാശിന് പകരമായിട്ട്, അല്ല അതുപോലെ കേവലം നക്കാപ്പിച്ച വാങ്ങി
തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടത്തിന് വസ്തുവകകൾ വാങ്ങിയിട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എന്നറിഞ്ഞു. തമിഴ്നാടിന് അനുകൂലമായി വിധിച്ച ന്യായാധിപന്മാരുണ്ട്. ഒരു നീതിയും ന്യായവും ഇല്ലാത്ത ന്യായാധിപന്മാർ. റിട്ടയർഡായ ന്യായാധിപന്മാർക്ക് മനുഷ്യജീവനോ സ്വന്തം സഹോദരങ്ങളുടെ ജീവന് പോലും വില കൊടുക്കാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം തറവാട് സഹോദരനുമായിട്ടുള്ള കേസിൽ രണ്ടായിട്ട് വെട്ടിമുറിച്ച് നടുക്കുകൂടി, ആ തറവാടിന് നടുക്കുകൂടി ഭാഗം വെച്ച മനുഷ്യനാണ് ഈ മുല്ലപ്പെരിയാറിന് തമിഴ്നാടിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞത് എന്ന് പറയുമ്പോൾ എത്ര ക്രൂരനായ, എത്ര ദുഷ്ടതയുള്ള, എത്ര വഞ്ചകനായ ഒരു മനുഷ്യനാണ് അതിന് വിധി പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മുല്ലപ്പെരിയാർ ഡാം, ഈ ജലബോംബ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും രക്ഷപ്പെടാതെ 6 ജില്ലകളിലെ ആളുകൾ അറബിക്കടലിൽ ചെന്ന് ചേരുവാൻ തക്കവണ്ണം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇവിടുത്തെ സർക്കാരുകൾ, ഇന്ത്യയിലെ ന്യായാധിപന്മാർ, സത്യത്തിൽ ലോകശ്രദ്ധയുണ്ടാകേണ്ട ഒരു വിഷയമാണിത്. ആരെങ്കിലും ഈ മനുഷ്യജീവനുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ രാജ്യത്തിൻ്റെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ നേതാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, ഇവരൊക്കെ മനുഷ്യാവകാശത്തെക്കുറിച്ച് വാതോരാതെ പറയുന്നത് ഇവിടെ പ്രവൃത്തിയിൽ കാണിക്കുവാൻ ഒരു അവസരമാണെന്ന് കണ്ട് തീർച്ചയായിട്ടും ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജലബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്തും ഈ വെള്ളം. ഞാൻ വീണ്ടും പറയുന്നു, ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. റോഡുകളെല്ലാം ബ്ലോക്കാവും. എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ വീടുകളിൽ നിന്ന് കിട്ടുന്നതെന്തൊക്കെ എടുത്ത് സ്വന്തം കുടുംബാംഗങ്ങളെ തങ്ങളുടെ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ട് റോഡിലേക്ക് ഇറങ്ങും. അപ്പോൾ ആയിരക്കണക്കിന് വാഹനങ്ങളാൽ രക്ഷപ്പെടാൻ ത്വര പൂണ്ട, നിലവിളിച്ചു കൊണ്ടോടുന്ന ആളുകളെ കയറ്റിക്കൊണ്ടുള്ള വാഹനങ്ങളാൽ നമ്മുടെ നിരത്തുകളെല്ലാം ഫുള്ളാകും, ബ്ലോക്കാകും. ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ ഒരു ഏറ്റവും ഭയാനകമായ ഈ അവസ്ഥ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? അതിൻ്റെ കീഴേ ജീവിക്കുന്ന തൃശ്ശൂർക്കാരോ അല്ലെങ്കിൽ എറണാകുളം ജില്ലക്കാരോ ഇടുക്കി ജില്ലക്കാരോ കോട്ടയം ജില്ലക്കാരോ ആലപ്പുഴ ജില്ലക്കാരോ പത്തനംതിട്ട ജില്ലക്കാരോ ചിന്തിച്ചിട്ടുണ്ടോ? വിരലിലെണ്ണാൻ മാത്രം ആൾക്കാർക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കും. അതാണ് ഞാൻ കഴിഞ്ഞ 3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയിൽ പറഞ്ഞതാണ്. കഷ്ടിച്ച് 1000 പേരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ബാക്കി എല്ലാവരും വളരെ ദയനീയമായിട്ട് ആ വലിയ ജലപ്രളയത്തിൽ മുങ്ങിത്താഴും. ഓർക്കുക, പ്രതികരിക്കുക. നമുക്ക് ഓരോരുത്തരായി എല്ലാവരും ഈ മനുഷ്യജീവനുകൾക്ക് വേണ്ടി, ഏതാണ്ട് 45 ലക്ഷം ജനങ്ങളുടെ ജീവന് വേണ്ടി, അതോടൊപ്പം ജീവജാലങ്ങൾക്ക് വേണ്ടി, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാ സ്വത്തുക്കൾക്കും വേണ്ടി, കെട്ടിടങ്ങൾക്ക് വേണ്ടിയും വാഹനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ശബ്ദിക്കണം. നമ്മുടെ നിരത്തുകളിൽ നമുക്ക് ഇറങ്ങാം. ഈ ലോകം മുഴുവനും ഇത് ശ്രദ്ധിക്കാൻ തക്കവണ്ണം ഓരോരുത്തരും സകലതും മാറ്റിവെച്ച്, നമ്മൾക്ക് ജീവനുണ്ടെങ്കിൽ മാത്രമല്ല ഉള്ളൂ
നമ്മൾ ഈ സമ്പാദിക്കുന്നത്. നിങ്ങളെല്ലാവരും പറയും സമയമില്ല, അവധി കിട്ടില്ല. അവധി വേണ്ട. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ലോകം മുഴുവനും ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഈ നാട് സ്തംഭിക്കണം. കേരളത്തിലെ നിരത്തുകളിൽ ആരും ഒരു ജോലിക്കും പോകണ്ട. എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ഈ പ്രതിഷേധമായിട്ട് ഇറങ്ങുക. ഇന്ത്യയിലുള്ള സകല ആളുകളും, സകല സംസ്ഥാനങ്ങളും, സകല ന്യായാധിപന്മാരും അത് ശ്രദ്ധിക്കും. ലോകം ശ്രദ്ധിക്കും. നമ്മുടെ ഭാഗം ശരിയാണെന്നും നമ്മൾ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ നിലവിളിക്കുന്നത് എന്നത് ശ്രദ്ധയിൽപ്പെടുകയും അതിനൊരു പരിഹാരം ഉണ്ടാകുവാൻ വേഗത്തിലൊരു പരിഹാരം ഉണ്ടാകുവാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നന്ദി. ആയതിനാൽ എല്ലാവരും, ഞാൻ വീണ്ടും യാചിക്കുകയാണ് എല്ലാവരോടും, നമുക്കൊന്നിച്ചിറങ്ങാം, നമുക്കൊന്നിച്ച് മുന്നിട്ടിറങ്ങാം. വയനാട്ടിൽ കണ്ടില്ലേ ഒരു രാത്രി കൊണ്ടുണ്ടായത്, അതിൻ്റെ 1000 ഇരട്ടി മഹാദുരന്തമായിരിക്കും ഇതുണ്ടാകുന്നത്. അതിന് നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കരുതാം. ജാഗ്രതയോടെ നമുക്കതിനെതിരെ, ആ വിപത്തിന് എതിരെ, ആ വിപത്തുണ്ടാകാതിരിക്കാൻ, ആ കെടുകാര്യസ്ഥതയ്ക്ക് എതിരെ നമുക്ക് ഒന്നിച്ച് പോരാടാൻ മുന്നിട്ടിറങ്ങാം.